പ്രകാശ് ബാബു വ്യക്തിപരമായി ഞങ്ങൾ രണ്ട് പേര് നിന്നവരാണ്. പ്രകാശ് ബാബു പിന്നെ ആറന്മുള എം ഇ രാഘവനെതിരെ മത്സരിക്കാൻ ശ്രമിച്ചപ്പം കെട്ടിവെച്ച കാശ് കിട്ടുകയില്ല എന്ന് പറയുക, എൻ്റെ മെമ്പർഷിപ്പ് പോലും പോവും എന്ന് വിചാരിച്ചു കടമ്പ രാമകൃഷ്ണനെ നിർത്തണം എന്ന് ഞാൻ പാർട്ടിയിലെ എന്നോട് താല്പര്യമുള്ളവരോട് പറയുകയും ചെയ്തു. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ആറന്മുള മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കും, അന്ന് മന്ത്രിയാകും എന്നും ധരിച്ചു. ഈ KCR മലർന്ന ഇടം തുപ്പുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പുള്ളിയാണ് മലർന്ന ഇടം തുപ്പുന്നത്. പ്രകാശ് പ്രകാശ് ബാബുവിന് നല്ല കേടൊക്കെയാണ്. പ്രകാശ് ബാബു ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. അടുത്ത സമ്മേളനത്തിൽ പ്രകാശ് ബാബുവിനെ അതേ കമ്മിറ്റി തന്നെ വിഭാഗിതയില്ലാതെ ഒഴിവാക്കി. അപ്പോൾ പ്രകാശ് ബാബു എന്താണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഇന്നലെ ഈ പറഞ്ഞ ഈ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഈ സ്റ്റാലിന് പിന്തുണ കൊടുക്കുന്ന ജില്ലയിലെ നേതാക്കന്മാർ വല്ലതും ഉണ്ടോ? എന്താണ് അയാൾ ഇത്രയും സ്റ്റാലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന് വികസനം തുടക്കം കൊടുത്ത മൂലൂർ എന്ന് പറയുന്നത് സ്റ്റാലിന് പുച്ഛമാണ്. ഞാനതാ പറഞ്ഞത്, അവൻ ചരിത്രം അറിയില്ല, പത്രം വായിക്കുകയില്ല, പുസ്തകം വായിക്കില്ല എന്ന് പറഞ്ഞത് അതാണ്. അയാൾ ഇത്രയും ഇങ്ങനെ ഓരോരോ ഇതിൽ നിൽക്കാൻ പിന്തുണയുണ്ട്. ഇത്ര മോശം ഒരാളാണെങ്കിൽ ആരുടെ പിന്തുണയിലാണ് അയാൾ ഇങ്ങനെ തുടർന്ന് പോരുന്നത് ആ ഏരിയസ് കമ്മിറ്റി? ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മൂട് താങ്ങിയുടെ പാർട്ടിയാണ്. അത് പാർട്ടി നേതൃത്വം തിരുത്തണം. പാർട്ടി നേതൃത്വം തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ആരുടെ മൂട് താങ്ങിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹായിക്കുന്നവർ നല്ല പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആൾ നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെയുള്ള അല്ല വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ 1-2 മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്യും. മൂട് താങ്ങികളാണ് വളർന്നു വരുന്നത്. അതെല്ലാ ഘടകത്തിലും ഉണ്ടല്ലേ? ഞാൻ എൻ്റെ ജില്ലയിലെ കാര്യമേ പറഞ്ഞുള്ളൂ. എനിക്ക് കേരളം വിട്ടൊന്നും അറിയില്ല. ഈ 75 വയസ്സിന്റെ പ്രായപരിധി വെച്ചാണോ അങ്ങൊക്കെ ഒഴിവാകുന്നത്? 75 കൊണ്ടുവന്ന് തന്നെ ഇങ്ങനെയുള്ള പലരെ ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള അല്ല, അത് നല്ല തീരുമാനം തന്നെയാണ്. വേറെ പക്ഷെ നല്ല തീരുമാനമാണെങ്കിൽ പോലും അതും ആ കൂട്ടത്തിൽ ചില മൂട് താങ്ങുകൾ കയറി വരുന്നുണ്ട്. അങ്ങ് അച്ചടക്ക ലംഘനമാണ് കാണിച്ചത്. പാർട്ടിക്ക് പുറത്ത് അകത്ത് പറയേണ്ട കാര്യങ്ങൾ അങ്ങ് പുറത്ത് പറഞ്ഞു പരസ്യമായി. അതിന് ഒരു കാര്യം പറയാം. എനിക്കെതിരെ ഒരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പോയിട്ട് അത് സ്റ്റാലിനോടടക്കം കൊടുത്ത ഒരു പരാതിയാണ്. കൊടുത്തിട്ട് ഞാനന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ ഞാൻ ഇപ്പോഴും ചാടിക്കളിക്കുക. പരാതി കൊടുത്ത ആൾ ഒരു സുരേഷ് പേര്, ഒരു സുരേഷ് എന്ന് പറയുന്ന ആളാണ്. ആ സമയം ആ സുരേഷ്, വേറെ ഓർക്കാം, ആ സുരേഷും ഞാനും കൂടെ ഫോണിൽ കൂടെ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഏത് കാര്യത്തിന്? പിന്നെ ആറാട്ടുപുഴ വേലാപ്പണിക്കരുടെ കുടുംബം വഴി ഇരിക്കുന്ന ഈ സുരേഷിൻ്റെ പേരില്ല, സുരേഷിൻ്റെ അച്ഛൻ്റെ പേരില്ല. അത് സ്മാരകമാക്കണം എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം ആറാട്ടുപുഴ വേലാപ്പണിക്കരുടെ ഈ സ്മാരകം കാണാൻ പോയിട്ടുണ്ട്. അവിടുത്തുകാർ പറഞ്ഞു ഈ എങ്ങനെയെങ്കിലും സുരേഷിനെ ഒന്ന് വശപ്പെടുത്തി ഇത് ഗവൺമെൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലാപ്പണിക്കരുടെ പേരിലുള്ള പല സ്മാരകമുണ്ട്, അതിലൊന്നിൽ ആക്കണം, വിലയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നിരന്തരം ഫോൺ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സുരേഷിന് എൻ്റെ പേര് വെച്ചാണ് എനിക്കൊരു കള്ളപ്പരാതി. ഇതുവരെ എൻ്റെ പാർട്ടിക്കടയിൽ ചർച്ച ചെയ്തില്ല. പിന്നെ ഞാൻ ഏത് പാർട്ടിക്കടയിൽ പരാതി കൊടുത്ത് ചർച്ച ചെയ്യണം? KCRനെ ഒതുക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര തിടുക്കം? എന്താണ്? ഞാൻ പാർട്ടിയിലെ
DC ബ്രാഞ്ചിലാണ്. ചുരുക്കമൊന്നുമില്ല. ആ പുള്ളിക്ക് അധികാരമുഖം. അശ്വമേധകാലം അങ്ങയുടെ മറന്നു പോകരുതെന്നാണ് പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ അശ്വമേധകാലം അത് മറന്നു പോകരുത് എന്നാണ്. പണ്ടത്തെ VS കാലഘട്ടം മറന്നു പോകരുത് എന്നാണ് പ്രകാശ് ബാബു പറയുന്നത്. ഞാനിപ്പോഴും ആ പക്ഷത്താണല്ലോ. ഞാനിപ്പോഴും VS പക്ഷത്താണ്. അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. VSനെ മറന്നൊരു കളിയില്ല. ഈ VSന്റെ കാലമായിരുന്നെങ്കിൽ ഇതുപോലുള്ള അധികാരമുറികളും മൂടുതാങ്കളും ഒക്കെ ഉണ്ടാകുമായിരുന്നു? ഇല്ല, ഒരിക്കലും ഉണ്ടാകും. ഒരിക്കലും. അത് തന്നെയാണ് എൻ്റെയും നിലപാട്. പിന്നെ VSന്റെ കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ ഇതാക്കരുത്. നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരും വിളിച്ചില്ല. പരാതി കൊടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. പരാതി കൊടുക്കുന്നു ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അതിനെന്നോട് വിശദീകരണം ചോദിക്കട്ടെ. അന്നേരം കാര്യകാരണ സഹിതം ഞാൻ അറിവ് കൊടുക്കാം. പ്രായപരിധി എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ബാധകമാവേണ്ടതല്ലേ? അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇളവ് കൊടുക്കാവുന്നു. ഈ പുതിയൊരു നേർനിരയുടെ കയ്യിലേക്ക് പാർട്ടി എത്തിയപ്പോൾ നമ്മുടെ ജില്ലയിലടക്കം കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മൂടുതാങ്കലും പിന്താങ്കലും ഒക്കെ ആയിട്ട് മാറിപ്പോയത് കുറേ പുതിയ നേതാക്കൾ വന്നപ്പോൾ. അതെനിക്ക് അത്ര അറിയത്തില്ല. തേടുണ്ടെങ്കിലൊന്നുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രായപരിധി കൃത്യമായി പാലിക്കണം എന്ന് തോന്നുന്നുണ്ടോ? നാട്ടുകാർ അംഗീകരിക്കുന്നവരെ പ്രായപരിധിക്ക് വിരുദ്ധമായിട്ട് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള പറയാം. ഏരിയ സെക്രട്ടറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണോ? അങ്ങ് 100% അങ്ങനല്ല. എന്നെക്കുറിച്ച് പറഞ്ഞാൽ അവനൊരു 500 രൂപ, മറ്റാളെ കൂടെ പറഞ്ഞാൽ അവന് 500 രൂപ, ഇങ്ങനെ കൊടുത്ത് പുള്ളി ഒരു ആത്മപ്രശംസ നേടുന്ന ആളെന്നല്ലാതെ ഒരു സംഘടനാ ധാരണയോ സംഘടനാ മര്യാദയോ ഒന്നും പാലിക്കുന്ന ആൾ. ഞാൻ പറഞ്ഞ ആറാട്ട് വേലപ്പണിക്കയുടെ കാര്യം, ആ പരാതി ഇവനോട് ടാപ്പ് ചെയ്തിട്ട് ഞാനിനി വല്ല ജില്ലാ സെക്രട്ടറിയോ വല്ലതും ആവുമെന്ന് വിചാരിച്ച് കൊടുത്ത പരാതിയാണ്. ഏത് സംഘടനയായാലും കാലുവാരിൽ പുതിയ കാര്യമല്ലെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. അതായത് തുറന്ന് സംഭവിക്കുന്നുണ്ട്. ഏത് സംഘടനയായാലും കാലുവാരിൽ പുതിയ കാര്യമല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാലുവാരിൽ പുതിയ കാര്യമല്ല, CPM-ൽ ഇപ്പോഴത്തെ അടുത്ത സമയത്തെ കാര്യം. പ്രബല സമയത്ത് ഇതുപോലെ ഒരുപാട് പേരെ കാലുവാരിയും ഒരുപാട് പേരെ പാർട്ടിയിൽ നിന്നും വെട്ടിയൊതുക്കിയെന്നൊക്കെ ആ പോസ്റ്റ് പറയുന്നു. അല്ല, ഞാനൊരു ആശയത്തിൻ്റെ പേരിലാണ് VSനോട് വന്നിട്ട് ആശയത്തിൻ്റെ പേരിൽ കാല് വാരിയിട്ടുണ്ട്. പ്രകാശനെ പോലുള്ളവരെ അത്രയും അല്ലെങ്കിൽ പോലും അങ്ങനെ പലരും വെച്ചിട്ടുണ്ട്. പ്രകാശ് ബാബുവിനെ കാല് വാരിയത് പ്രകാശ് ബാബു പറയുന്നത് ആറന്മുള മണ്ഡലത്തിൽ ME രാഘവനെതിരെ മത്സരിച്ചാൽ പ്രകാശ് ബാബു കെട്ടിവെച്ച കാശ് കെട്ടുകയില്ല. എനിക്കറിയാവുന്നതോട് ഞാൻ പറഞ്ഞു, കടമ്പനിട്ട് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ മെമ്പർഷിപ്പ് സംരക്ഷിക്കും, ജയിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മെമ്പർഷിപ്പ് സംരക്ഷിക്കാൻ വേണ്ടി പ്രകാശ് ബാബുവിനെ നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞു. അതാ പുള്ളി കാലുവാരിൽ എന്ന് പറയും. അതിൻ്റെ വൈരാഗ്യം. ഞാനന്ന് പ്രകാശ് ബാബുവിന് എതിരായിട്ടല്ല, എൻ്റെ മെമ്പർഷിപ്പ് സംരക്ഷിക്കാൻ വേണ്ടി പ്രകാശ് ബാബു ഇവിടെ സ്ഥാനാർത്ഥിയായ ഞാനാണ് വാരിയെന്ന് പറഞ്ഞത്. ഞാനത് സസ്പെൻഷനില്ല പാർട്ടിയിൽ നിന്ന്, ഗ്രൂപ്പിൻ്റെ പേര്. ഇനിയും പ്രകാശ് ബാബു ഇവിടെ നിന്ന് കെട്ടിവെച്ച കാശ് കിട്ടാതിരുന്നാൽ എൻ്റെ മെമ്പർഷിപ്പ് പോവും. മെമ്പർഷിപ്പ് സംരക്ഷിക്കാതിരിക്കാൻ കടമ്പൻ രാമകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എനിക്ക് അറിയാവുന്ന പാർട്ടി നേതൃത്വത്തിനൊക്കെ പറയും. അങ്ങനെയാണ് കടമ്പനിട്ട വരികയും കടമ്പനി ജയിക്കുകയും ME രാഘവൻ തോക്കുകയും ചെയ്തത്. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചല്ല ആളല്ല. ഇവിടെ ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് ഏരിയ കമ്മിറ്റി മെമ്പർക്ക് പോലും അറിയാത്ത ഒരാളിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് TV സ്റ്റാലിൻ വന്നപ്പം എൻ്റെ വീട്ടിൽ നിങ്ങളിപ്പോൾ ഒന്ന് മുട്ടിയപ്പോൾ പോലും എന്നോട് അനിയൻ ദേഷ്യപ്പെട്ടു. അവരുടെ കെയർ ഓഫിലാണ് ഞാൻ ജീവിക്കുന്നത്. നാട്ടുകാരെല്ലാം പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പുതുതലമുറ കേട്ടെന്ന്. അപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് ഏരിയ കമ്മിറ്റി മെമ്പർക്ക് പോലും അറിയാത്തതും നാട്ടുകാർക്കും അറിയാത്ത ഒരാളിനെ ഏരിയ സെക്രട്ടറി പുള്ളിയുടെ
മൂട് താങ്ങിയ ഒരാളിനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നപ്പം എല്ലാവരും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് സ്ഥാനാർത്ഥി അയക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വാരിയപ്പോഴും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 212 വോട്ടിന് ഭൂരിപക്ഷം എനിക്കുണ്ട്. ഒരു ദിവസം നിങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ പല പ്രാവശ്യമായി എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അവരെല്ലാം വോട്ട് ചെയ്താൽ എനിക്കൊരു 250-300 വോട്ട് 150-200 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ വാർഡ് ജയിക്കും. ഏരിയ സെക്രട്ടറി അടക്കം വാരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ തുറത്ത് നിൽക്കുന്നു. ബാക്കി ഏരിയ സെക്രട്ടറി ആ സ്ഥാനത്ത് തുടർന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം. കോൺഗ്രസിന്റെ ഒരു വോട്ട് പോലും വീണില്ലെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. കോൺഗ്രസ്സുകാർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യും വികസന താല്പര്യമുള്ളവർ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തോറ്റേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.